ഹലോ ഗൈസ്, ഇന്നൊരു സ്ഥലം വരെ പോയാലോ? വേറൊന്നുമല്ല, ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂരാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നേരെ നമ്മൾ തിരുവല്ല എത്തി. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ അടൂര് എന്നുള്ള ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ ലാൻഡ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ ഞാനും വിത്തുമ്മയും മദറും കൂടാണ് പോയത് കേട്ടോ. പുറത്ത് ഫുൾ മഴ ആയതുകൊണ്ട് ഇൻസൈഡ് ഫുൾ ഡാർക്കാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ അടച്ചുപൊട്ടി പോകുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും ആ ടൈമിൽ. അങ്ങനെ നമ്മൾ ഫൈനലി ചെയ്തിട്ട് ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴായിരുന്നു നമ്മുടെ ചെങ്ങന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് കേട്ടോ. അപ്പോൾ എന്താ ആ കാണുന്നത് ഞങ്ങളുടെ 10th വരെ പഠിച്ചത് അവിടെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്കൂൾ ഭയങ്കര വൈബാണ് ഗൈസ്. കാരണം ഒരുപാട് ബിൽഡിങ്സ് വന്നു. അങ്ങനെ സ്കൂൾ ഭയങ്കര ഡെവലപ്ഡായി. അതുപോലെ തന്നെ അടുത്ത പ്ലേ ഗ്രൗണ്ട് തന്നെ കണ്ടില്ല, എന്ത് രസമാണ് കാണാൻ കേട്ടോ. അങ്ങ് എൻഡ് വരെ ഞാൻ കുറച്ച് നേരം ആ ഗ്രൗണ്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ട സ്കൂൾ കേട്ടോ. അതിൻ്റെ പുറത്തുനിന്ന് നോക്കുന്ന വ്യൂ തന്നെ വേറെ ലെവലാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട സ്കൂള്. അതിനുശേഷം പിന്നീട് സ്കൂളിൽ ഫ്രണ്ട് വെച്ചെടുത്ത് ഇങ്ങനെ അമ്പലം നമുക്ക് കാണാൻ പറ്റും. ചെങ്ങന്നൂരിലെ അമ്പലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അമ്മ വീട് ഇവിടെ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളിതേ പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ പണ്ട് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവഴിയാണ് പണ്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല രസമാണ് ഈ ഒരു സ്ഥലം കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ വേറെ രസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാവുകളുണ്ട്. എനിക്ക് കാവുകൾ, അമ്പലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്നിടത്ത് 2-3 അമ്പലങ്ങളുണ്ട്. അത് നല്ല രസമാണ്. പണ്ട് മുതലേ ഉള്ള അമ്പലങ്ങളാണ്. ശരിക്കും പറഞ്ഞ ഈ സ്ഥലം കാണാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞനിനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാമൻ്റെ മോനാണ്, അതിൽ നിന്നാണ് പേര്. ആൾ ഭയങ്കരമാണ്, ബട്ട് എക്സ്ട്രാ ബ്രില്യൻ്റാണ് ഗൈസ്. അപ്പോൾ അവൻ ഇതുപോലെ അനറൂട്ടോ ഫാനാണ് കേട്ടോ. അപ്പോൾ അനറൂട്ടോയുടെ കുറേ ഫോട്ടോസ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെയൊക്കെ വേറെ ലെവലായിട്ടാണ് വരച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ ക്ലേ മോഡലും ചെയ്യും പൊളിയായിട്ട്. അതുപോലെ തന്നെ ചെറിയ വെഹിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവൻ ഈവനിങ് ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളെ യാത്രയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പോയതിൽ അവന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ കാരണം ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും മഴക്കാർ നല്ലപോലെ ഉണ്ടായിരുന്നു. എങ്ങനെയും നമ്മുടെ തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ബസ് വരുന്ന ആ ഒരു സ്റ്റോപ്പ് വരെ നമ്മൾ നടക്കണം. അങ്ങനെ നേരെ വീട്ടിലെത്തി. ബൈ.